ഹലോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് ഗ്യാപ്പിനൊക്കെ ശേഷം നമ്മൾ ഇന്ന് 31 ഡിസംബർ 2025 ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ. ഇത് നിങ്ങൾ പക്ഷേ അടുത്ത കൊല്ലം കാണുന്നു. അല്ല, ഞാനിത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യും. കാണും. അപ്പോൾ നമ്മുടെ ഈ 2025 ലാസ്റ്റ് വീഡിയോ ആണ്, ഇത് ലോങ് വീഡിയോ, ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ്. പിന്നെ എന്താണ് ഈ ഒരു വർഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഭാര്യയുടെ കൂടെ ഉള്ള ദാമ്പത്യം? ഒരു വർഷമൊക്കെ 8 കൊല്ലമായിട്ടൊക്കെ തരല്ലേ. പക്ഷെ നാളത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാളെ ഞങ്ങളുടെ റിവീൽ ചെയ്യട്ടെ. പിന്നെന്താ പ്രത്യേകിച്ച് നാളെ വേറെ പ്രത്യേകിച്ച് ഒരിടൊന്നുമില്ല. പക്ഷെ നാളെ ഞങ്ങളെ 9ാമത്തെ വിവാഹ വാർഷികമാണ്. അന്ന് ഞാൻ ഇത്ര ഒന്നും നരച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഫുള്ള് നര വന്നിരിക്കുന്നു. ഞാൻ വയസ്സനായിരിക്കുന്നു. നരച്ചത് നാളെയാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ല, എൻഗേജ്മെന്റ് ആനിവേഴ്സറി. 9th ഞങ്ങളുടെ ജാനുവരി 1 ആണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ നാളെയാണ്. സോ നാളെ ഞാൻ ഈ മനുഷ്യനായിട്ട് നല്ല രീതിയിലൊന്ന് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. പക്ഷെ ആസ് യൂഷ്വൽ തിരക്കാണ്. വണ്ടി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ നമ്മുടെ ന്യൂ ഇയർ ആണ് രാത്രി. ഇന്നത്തെ ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചു. അല്ലാടാ എന്താണോ ഉദ്ദേശിച്ചത്? നാളെ തുടങ്ങി ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളല്ല, ഇവള് പൂർണ്ണമായും ഡയറ്റിന്റെ മെയിൻ കഠിനമായ ഡയറ്റ് അല്ലേ മനസ്സേ? ഇതുപോലൊരു ഡയറ്റ് അതിന് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല ഡയറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിന്റെ ജിമ്മിലെ ട്രെയിനർ ഒന്ന് കാണട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ 2025 ലാസ്റ്റ് ഡേ, ഈ ഒരു ന്യൂ ഇയർ നമ്മൾ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇദ്ദേഹം സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വന്നു. എന്നാലിരിക്കട്ടെ, നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ തല്ലുടിച്ചേ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നോക്കടാ കാശിണ്ടാനോ, കാശി ഇന്നലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രാക്കായി. വേറെ ഒന്നല്ല, വരണമെന്നോ ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും വരാൻ പറ്റുന്നില്ല, നീ ഒന്ന് പോയെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയത്. ഇന്നലെയാണ്, ഞങ്ങൾക്ക് ഇന്നലെ തന്നെയാണ്. എന്നിട്ട് അപ്പൊ വെച്ച് പോയതാണ് ഫോണൊന്നും. മക്കള് ഫോൺ വിളിച്ചാണ്, ദേടി അച്ഛൻ വിളിക്കണ്, ദേടാ അച്ഛൻ വിളിക്കണ്. ഇതന്നെ അല്ലാണ്ട് ദേടി പോലെ സാധനം അവനതെടുത്ത് എറിഞ്ഞി പൊട്ടിയെന്ന കാണുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു തരുന്നവന്. എന്നിട്ട് എന്തോ നോക്ക് ശ്രദ്ധിക്ക്. അങ്ങനത്തെ എന്നിട്ടായിരുന്നു. ഞാനില്ല, ദേടി അച്ഛൻ വിളിക്കുന്നു, കാശി വിട്ട അച്ഛൻ വിളിക്കണ്, നമ്മളോട് നോക്കുന്നില്ല, മുഖത്ത് നോക്കുന്നില്ല, ഒന്നുമില്ല, എന്തോ. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വണ്ടിയിലാണെന്ന് മനസ്സിലായി. എവിടെ പോണ? ഞാൻ കൊടുങ്ങല്ലൂർ പോണ, എൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവളായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തല്ലേ ഫോൺ കെട്ടിയത് പോക്കണം. ഞാനേട്ടനോട് പറഞ്ഞോട്ടെ, സീരിയസ്ലി ഈ മനുഷ്യൻ എനിക്ക് ഒരുപാട് സർപ്രൈസ് തന്നിട്ടുണ്ട്. പക്ഷെ ഈ സർപ്രൈസ് ഒക്കെ എനിക്കറിയാം, മനസ്സിലായ? ഈ കാറിന്റെ ഹോണടി കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ട് വരാനാന്ന് മനസ്സിലായി. എന്നിട്ട് ഫസ്റ്റ് ഒരു താടി സെറ്റ് ആക്കാൻ പോകാറുണ്ട്. ഇന്നലെ വീഡിയോ കോൾ വിളിച്ചപ്പോ ഈ താടി സെറ്റ് ആക്കിയത് ഞാൻ കണ്ടതാ. അപ്പൊ പിന്നെ എന്നോട് പറയാൻ നിൽക്കണ്ടാവും, ഒന്നാമത് തല്ലൂടി നിൽക്കാം. പിന്നെ എനിക്ക് ഏട്ടനറിയാം ഈ തല്ലുടിക്കണ നേരത്തെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ എനിക്ക് എന്തായാലും ഇടി കയറുന്നു. അപ്പൊ അത് അവിടെ നിന്ന് റൂമിൽ ഞാൻ പിള്ളേർ പറഞ്ഞു, അച്ഛനെപ്പോ എത്തണ്ട മക്കളെ. വിശ്വസിക്കാതെ എനിക്ക് മനസ്സിലായത്. അവൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. കാരണം അല്ല, ഞാൻ അവളോട് പറയാണ്ട് ഇന്നുവരെ തീരുമാനങ്ങൾ എടുക്കാറില്ല. അവള് വിളിച്ചിട്ട് റിപ്പോർട്ട് ഞാൻ പോകണ്ടിട്ടാ, നീ പോരുന്നുണ്ടോ എന്നുള്ള അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ ആദ്യം ഞാൻ പോവാണെന്ന് ഞാൻ എന്തായാലും പറഞ്ഞില്ല, ഞാൻ പോരുന്നുണ്ടോ എന്ന് ആദ്യം ചോദിക്കാറുണ്ട്. ഇല്ലേ, അങ്ങനെ ചോദിക്കാണ്ട് പോക്കില്ല. അപ്പൊ അത് എനിക്ക് അതിനെന്ത് മനസ്സിലായി. പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ സോറി, സ്വാഗതം. അതെ, ഞങ്ങളപ്പോ നാളെ തുടങ്ങി അതികഠിനമായ ഡയറ്റാണ് എന്റെ വൈഫ് തുടങ്ങുന്നത്. നിങ്ങളെല്ലാരും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. എവിടെ ആയിരുന്നില്ല. എന്നിട്ട് അതുകൊണ്ട് അവൾ ഇന്ന് പറഞ്ഞു, ഞാൻ എനിക്കിന്ന് മന്തി വാങ്ങിച്ച ചേട്ടാ.
അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല എന്നോട് പറഞ്ഞപ്പോ റെഡി നമുക്ക് മന്തി കഴിക്കാൻ പോയാലോ. ആരാ തട പറഞ്ഞൊക്കെ മനസ്സിലായി. വിശ്വസിക്കണം പറഞ്ഞത്. അപ്പൊ ഞങ്ങളിപ്പോ മന്തി കഴിക്കാൻ വേണ്ടി പോവാണ്. മന്തി കഴിച്ച് വന്നതിന് ശേഷം എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിള്ളേർ ഇവിടെ ആക്കി ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ കടപ്പുറത്ത്. നമ്മളധികം എത്ര 4 മിനിറ്റ് നമ്മള് സാരില്ല സഹിക്കൂ. കുറെ നാളായില്ലേ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ പിന്നെ സുന്ദരനായിട്ടിരിക്കണം. കല്യാണത്തിന് പോകാൻ പോണ്. ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ കാശിക്കൂട്ടൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അതല്ല പറയുന്നത് കുറുമ്പെടുക്കരുത് കേട്ടാ. കുറുമ്പെടുക്കോ ഇല്ല എന്ന് പറയാൻ നല്ല കുട്ടിയായിരിക്കോ? ഓക്കെ ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഫസ്റ്റ് കാര്യം മന്തി ഒഴിവാക്കണം. മന്തിയുടെ റൈസും ഇതിന് ചിക്കൻ കുഴപ്പമില്ല. വിത്തൗട്ട് മയോണൈസ് ചിക്കൻ നമുക്ക് കഴിക്കാം. റൈസ് പ്ലസ് മയോണൈസ് വെരി പണി ഗൈസ്. അപ്പം അതെനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്തേ കഴിക്കും. ഗൈസ് അങ്ങനെ ഏട്ടാ ഉണ്ണിയായിരുന്നു അറിഞ്ഞോ? ഞാൻ അങ്ങനെ അധികം കുത്തിക്കില്ലെന്ന് അറിയാലോ. എന്റെ ഉണ്ണിയായിരുന്നു അറിഞ്ഞു. പണ്ടൊക്കെ ഇരുന്ന് നല്ലോണം കേട്ടിരുന്നു. എന്താ കാശിക്കുട്ടാ താങ്ക് യു. മതിയടി ആയ കുറച്ചുള്ള വലിവുണ്ടോ ഗൈസ്? താങ്ക് യു. പ്ലാൻ ബി ആക്കിയിരിക്കുകയാണ് ചേട്ടാ. എന്താണ് ബീച്ച് ഫെസ്റ്റിലടക്കം കൊണ്ടുപോകാൻ വെച്ചു. രാത്രി എന്തായാലും മഞ്ഞാണ്, പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ല. പിള്ളേർ ഞങ്ങളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം മാത്രല്ല ഇപ്പൊ നമ്മൾക്ക് നല്ല ജലദോഷം. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു കുറെ പേര് വന്നിരുന്നില്ല ഏട്ടാ. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചത് പിള്ളേരെ പറ്റില്ല. പക്ഷെ ഇവർക്ക് ഇപ്പോഴും കാശുകൂടിന് ഒരിങ്ങനെ വലിവുണ്ട് ഇപ്പോഴും. ജലദോഷം, തുമ്മല്, ചുമ. അപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. സ്കൂള് തുറക്കുമ്പോഴത്തേന് സ്കൂളിൽ പോണ ടൈമിൽ ഇപ്പൊ നല്ല ചുമ. ഇപ്പൊ നമുക്ക് ഇവര് രാത്രി നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ബട്ട്
അപ്പൊ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നിന്ന് അവരുടെ അടുത്ത് കുറെ സംസാരിച്ച് ചിരിക്കാനൊക്കെ പറ്റിയായിരുന്നു, ചിരിച്ച് സംസാരിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ വേറെ ചില സിറ്റുവേഷനിൽ, അതായത് ഇപ്പൊ ഞാൻ കീത്തു നമ്മുടെ ചേട്ടന്മാരായാലും 4 പിള്ളേരൊക്കെ പോകുമ്പോ എപ്പോഴും അവരിങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഭയങ്കര ആവശ്യമായിരിക്കും. ഒന്നാമത് അവർക്ക് ഇങ്ങനെ ഓടി നടക്കണം, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങൾ മേടിക്കണം, അങ്ങനത്തെ ഭയങ്കര വാശി വൈബായിരിക്കും അവർക്ക്. അപ്പൊ ഈ സമയത്ത് ഞങ്ങളെ മൈൻഡ് സെറ്റ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് നമ്മളെ അടുത്തേക്ക് വരും, എന്താ ഇവിടെ ഫോട്ടോ എടുക്കട്ടെ ചേച്ചി സംസാരിക്കും. നമ്മൾ അവരോട് ഫോട്ടോ എടുക്കും, അവരോട് ചിരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ ആ ചിരി ശരിക്കും ചില സമയങ്ങളിൽ ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ തോന്നിച്ചു, അവർക്ക് തോന്നിയിട്ടുണ്ടാവുക നമ്മള് എന്ത് വെറുതെ ചിരിച്ചു കൊടുക്കണാണ്. മനസ്സിൽ തട്ടിയിട്ടൊരു സാധനം വരില്ല. അത് വേറെ ഒന്നും കൊണ്ടെല്ലാം ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയിട്ട് കമന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഇവർക്ക് കമന്റ് വന്നിട്ടുണ്ട്, ഇവർക്ക് എന്തൊരു ജാട. എനിക്ക് സഞ്ജുവിന്റെ കല്യാണത്തിന് ഓർമ്മയില്ലേ, സഞ്ജുവിന്റെ കല്യാണത്തിന് വന്നിട്ടുള്ള കുറച്ച് പേര് അവരെ കണ്ടപ്പോ ഞാൻ ചിരിച്ചില്ല, മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ കമന്റ്സ് വന്നിട്ടുണ്ട്. അത് എന്റെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ഇരിക്കണം. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കല്യാണത്തിന്റെ ഒന്നും ഒരുപാട് പേരെടുത്ത് സംസാരിച്ചിരുന്നത്. ചിലപ്പോ അവർക്ക് തോന്നിയതായിരിക്കട്ടാ. അതാ ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഞാനായിട്ടന് മാത്രമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബീച്ച് ഫെസ്റ്റിന് നൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പിള്ളേര് വന്നിട്ട്, പക്ഷെ ഇവരോടൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കുറെ നേരം നിന്ന് സംസാരിക്കാനും അവരെ കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റി. അത് നമ്മുടെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പൊ നമ്മളെല്ലാരും പിള്ളേരൊക്കെ ആയിട്ട് പോണ സമയത്ത് പിള്ളേരുടെ വാശിയും കാര്യങ്ങളൊക്കെ നാലെണ്ണത്തിന്റെ വാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്, വീഡിയോയില് ചിലപ്പോള് നാലിലൊരു ഭാഗം ഇവർക്ക് നല്ല വാശിയുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, അത് വേറൊരു കാര്യം. 1/4 ഭാഗമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങളോട് ഞാനത് പറയാണ്. ഇപ്പൊ ആർക്കായാലും ഇപ്പൊ ചിലപ്പോ നേരിട്ട് കാണുന്ന ആൾക്കാര് ചിരിച്ചിട്ട് ഞാൻ ചിരിക്കാണ്ട് വരുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരോട് അതിൽ ഒരുപാട് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ചില സമയത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കും, പിള്ളേരുടെ വാശി, നമ്മുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും. ഓപ്പോസിറ്റ് ഇപ്പൊ ഇവര് ചിരിക്കുണ്ടാവാം, പക്ഷെ നമുക്ക് ആ സമയത്ത് ഇപ്പൊ ചിരി വരില്ലേ, ചിലപ്പോ ഒക്കത്തുള്ളം കിടന്ന് മറിയായിരിക്കും. അതല്ലെങ്കിൽ ഒരു വലിയ വാശി കഴിഞ്ഞിട്ടുള്ളൊരു ഹാങ് ഓവർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ എന്തായാലും പിള്ളേരെ നമുക്ക് എന്തായാലും രാത്രി കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി, ഇപ്പൊ അധികം വെയിലില്ല. വാ യെസ് ഗൈസ്, ഞങ്ങളിതേ ഇത് നമ്മുടെ ഒരു ബീച്ചിലേക്കുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ. അതല്ലേ ഏറ്റവും വലിയ രസം, നല്ല വെയിലത്ത് പിള്ളേരെയും കൊണ്ട് കറങ്ങാൻ പോയ എന്റെ മനസ്സ് എനിക്ക് അത്ര അതിശയം. ഇതിനൊന്നും ആക്ച്വലി ഏട്ടൻ കൂട്ടാക്കാത്തതാ. ഏട്ടന് ഏറ്റവും വലിയൊരു സംഭവം വെച്ചാൽ പിള്ളേരെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അങ്ങനെയാണ് കേട്ടോ. ഇപ്പൊ എവിടേക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇപ്പൊ ഞാനൊരു സിനിമയ്ക്ക് പോകണമെന്ന് പറയണമെങ്കിൽ ഉണ്ണികൾക്ക് വയ്യെങ്കിൽ ഏട്ടൻ ഫസ്റ്റ് തന്നെ നോയേ പറയുള്ളൂ. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് എല്ലാ കാര്യവും. ഞാൻ എന്താ പറയുക, ആളുടെ ഇഷ്ടം വളരെ കുറവാണ്. അതായത് നിനക്ക് ഇഷ്ടമാണോ, ഓക്കെ നമുക്ക് പോവാം, ഇത്രേ ഉള്ളൂ. പക്ഷെ ഇതെന്തോ ഞാൻ പറഞ്ഞിട്ടല്ല. ഇപ്പൊ അത് വേറൊന്നല്ല, ഞങ്ങളിപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇന്ന് നൈറ്റ് പോകണം. അപ്പോൾ ഒരു ചെറിയൊരു വിഷമമാണ് പിള്ളേരെ കൊണ്ട് പോകാത്തതിൻ്റെ ഒരു വിഷമം തീർക്കലാണ്. അപ്പം നമ്മുടെ കഴിമ്പ്രം ബീച്ചിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണിത്. സാധാരണ ഈ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് കാറായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് തോന്നുന്നത് മനുഷ്യക്കൂലി ഉണ്ടാവില്ല തോന്നുന്നില്ല കടപ്പുറത്ത്. അതെ. പിന്നെ ഇന്ന് ബീച്ച് ഫെസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കണം, അല്ലെങ്കിൽ നാളെ ആയിരിക്കും, ഇന്നായിരിക്കും 31st ആണെന്ന്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഒരു തിരക്കൊക്കെ കാണണം. വൈകുന്നേരം ആവണ്ടേ, ഇപ്പം 4 മണി ആവുന്നുള്ളൂ സമയം. പാറുട്ടാ, ഇനിയിപ്പോൾ രാത്രി വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ വേറു. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മയും വന്നോട്ടെ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വേണ്ട, ഇവിടേക്ക് വീഡിയോ എടുക്കാൻ വരുന്നില്ല, വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അച്ഛനമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ. അതിൽ പോയേ പറ്റുള്ളൂ. നടക്ക് ഓടി ഓടിയോ. ഒട്ടും വെയിലില്ലേട്ടാ. രാത്രി കുട്ടികൾക്ക് മഞ്ഞടിക്കാണ്ടിരിക്കാൻ വേണ്ടി
നട്ടപ്പാറ കൊണ്ടിട്ടാണ് ഗൈസ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വെയിലുണ്ട്. കാശി ഇടുക ഉറുമ്പടിച്ചല്ലേ? എന്റെ കാലം ഇപ്പൊ താഴത്തെത്താത്ത കാരണം കുഴപ്പമില്ല. അയ്യോ അയ്യോ അയ്യോ. ചുമ 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 ചുമ. ഞങ്ങളുണ്ടല്ലോ ഈ സാന്താക്ലോസ് മാത്രം ബോറായി പോയില്ലേട്ടാ. സാന്താക്ലോസ് മാത്രല്ല ലേട്ടനെ പോലെ ഇങ്ങനെ തിരിച്ചെരിവുണ്ട് സാന്താക്ലോസിന്. ഈ ഗോസ്റ്റ് ഹൗസിലെ ഈ ഗോസ്റ്റ്. അയ്യോ അയ്യോ പറഞ്ഞോ പറഞ്ഞോ എന്താ പറയാ? അയ്യോ അങ്ങോട്ടൊന്നും ഞാൻ വരില്ല. അതല്ലേ പ്രേതം. എന്നോട് പറഞ്ഞു എന്നാ മതി. എവിടെ ഉറുമ്പ് കടിക്കണ്ടേ ആളെ പറയ്. ആ അയ്യോ ഇപ്പൊ കണ്ടു ആ. Happy birthday to you. ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ടു ചേച്ചിയുടെ പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചിപ്പിമല എത്ര നല്ല ചിപ്പിമലയായിരുന്നു. ചിപ്പിമല വെക്കും. പാറു എന്താ കാണുന്നത്? എടാ നിനക്ക് ഇതല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? ഇതല്ലേ വേണമെന്ന് പറഞ്ഞേ? ഇത് മേടിച്ചത് ഏത്? അങ്ങനെ നമ്മള് ഹാപ്പി
സെറ്റല്ലേ കാശിക്കുട്ട? ഹാപ്പി ഹാപ്പി അല്ലേ നീ? ഹാപ്പി അല്ലേ പറു? അപ്പൊ നമ്മള് ഇപ്പോഴത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു. ഇതേ ഞങ്ങൾ തെറിക്കാൻ പോകുന്നു കേട്ടോ. പതുക്കെ പതുക്കെ പോട്ടെ, കാറി കയറട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിത് വണ്ടിയിൽ കയറിയിട്ട് നേരെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചാന്തും സഞ്ജുവും കൂടെ പുറത്തേക്കൊന്ന് പോയിരിക്കുകയായിരുന്നു. അവർക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ എല്ലാവർക്കും ഓരോ കീ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ എത്തിയിട്ട് അവരുടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. നമ്മൾ ചെന്നിട്ട് വേണം വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും പോട്ടെ ഗൈസ്, ചെല്ലട്ടെ. അവരിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് അവിടെ പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരുത്തൻ്റെ ഡ്രസ്സൊക്കെ ഊരിച്ചിട്ടാണ് കേട്ടോ കയറ്റിയത്. കാരണം ഫുള്ള് നനഞ്ഞിരിക്കുകയല്ലേ, അപ്പം ഫുള്ള് ഊരിയിട്ടാണ് ഷർട്ട് മാത്രം ഇടിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല ചൂട് പരിപ്പുവട, ബജി ആൻഡ് ചമ്മന്തി. ഹൗ ഈസ് യുവർ ഗ്രാൻഡ് മദേഴ്സ് ബർത്ത്ഡേ സെലിബ്രേഷൻ? ഗുഡ്. കാപ്പി കാപ്പി ഊച്ചിട്ടുണ്ടാവില്ലേ ഗൈഷ്? ഞാൻ കുറച്ചു നേരം കിടന്നു. കാശിക്കൂട്ടം വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ വേഗം തന്നെ കാശിമോനെ എണീപ്പിച്ചു, കുളിപ്പിച്ചു. കാര്യം വേറൊന്നുമല്ല, ഇവിടെ അമ്മയുടെ അടുത്ത് ഇവനാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഇവൻ ഉറങ്ങണം, അല്ലെങ്കിൽ അമ്മേനെ ഉറക്കില്ല. ഇവൻ അമ്മയ്ക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ. കാലുമ്മ പറ്റ്. ഞങ്ങളപ്പോൾ എന്താ പറയുക, ഏട്ടൻ അവിടെ കക്കിരി ജ്യൂസ് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിൽ കക്കിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കിരി. നമ്മൾ അവിടെ ഒരു പാടുണ്ടല്ലോ, കക്കിരിപ്പാട്. അപ്പോൾ ഏട്ടൻ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഏട്ടനിങ്ങനെ കക്കിരി കിട്ടും. ഏട്ടന് കക്കിരി കിട്ടുകയും അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏട്ടനത് ക്ലീനാക്കി അത് ജ്യൂസാക്കി വെക്കും. ഞങ്ങളത് കുടിക്കും. കാശിലോ വീഴും. ഗൈസ് അപ്പൊ ഞാൻ പിന്നല്ലാണ്ട് ആരും പറഞ്ഞി കാലത്ത് ഞാനിത് മൊത്തം കുടിച്ച്. അപ്പോഴേ ഡിസംബറിലാണ് എൻ്റെ പ്രസവരക്ഷ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു എത്ര വർഷമായി മാം എടുക്കുന്നത്? കറക്റ്റ് 6 വർഷം തന്നെ ആയില്ലേ? അതെല്ലാ വർഷവും ചെയ്യുന്നത്. ഒരു വർഷം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. പിന്നെ ഏത് വർഷം? മോനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഓൾറെഡി പ്രസവരക്ഷയിലാണല്ലോ ഞാൻ. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട്. ഇത് ആട്ട് സൂപ്പാണ് ഗൈസ്. തണ്ടൽ വേദന, കൈവേദന, കാൽ വേദന, ഇതിലെല്ലാം നല്ലതാണ്. എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞോട് ആട്ട് സൂപ്പ് ഇതിനു മുമ്പ് കുടിച്ചിട്ടുണ്ടെന്നാ പറയണേ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. കാരണം എന്നറിയോ, ആടിന്റെ തണ്ടല് ഇടിച്ച് വരട്ടിയിട്ട് എനിക്ക് തരാറ്. അത് ഞാൻ കഴിക്കുന്ന ഓർമ്മ എനിക്കുള്ളത്. സൂപ്പ് കുടിക്കുന്ന ഓർമ്മ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും കഷായം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞത് കഷായം എനിക്ക് വേണ്ട, എനിക്ക് അരിഷ്ടം മതി പറഞ്ഞിട്ട് അരിഷ്ടം കുടിച്ചു. ഇപ്പതേ ആട്ടു സൂപ്പ്. പിന്നെ 1-2 വർഷം ഉലുവ വരട്ടി കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഉലുവ ഇഷ്ടമാണ്. പക്ഷെ അതിന് എൻ്റെ വല്യമ്മയും കൂടെ വരും. വല്യമ്മ ഭയങ്കര ബിസി ആയതുകൊണ്ട്, വല്യമ്മ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി, അതുകൊണ്ട് വല്യമ്മേനെ കിട്ടില്ല. സോ ആട്ട് സൂപ്പാണ്. ഇതെനിക്ക് ആദ്യത്തെ 2 ദിവസം വളരെയധികം ഉന്മാദാവസ്ഥയിൽ എത്തിച്ചിരുന്നു. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ കിക്കടിച്ച പോലെയാവും. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റാണ്. പക്ഷേ ഭയങ്കര മത്ത് പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യുക. പക്ഷെ എനിക്ക് തണ്ടൽ വേദനയൊക്കെ കുറവുണ്ട് കേട്ടോ. തണ്ടലിനൊക്കെ ഒരു സുഖം ഉണ്ട് എനിക്ക്. സൂപ്പ് നോക്കൂ, വരും. ഇനി എന്തായാലും സൂപ്പ് കുടിച്ച്, ഇന്ന് ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എൻ്റെ വയറാപ്പോണടി ഇങ്ങനെ കത്തിരിക്കുകയാണ്. എന്നാലും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അമ്മേനെ കാണിക്കൂ ചേട്ടാ, അമ്മേനെ കാണിക്കൂ. അമ്മയുടെ ഫേവറേറ്റ് എന്താണ്? അമ്മയുടെ ഫേവറേറ്റ് അതല്ല, KFC ഇല്ല. സജ്ജനോട് പറഞ്ഞു KFC മേടിക്കാറ്. പക്ഷെ നമുക്ക് പോയി കഴിഞ്ഞ KFC ഇല്ലാണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് എന്താ? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ദോശ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബീഫ് ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്.
അളിയന് അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നേക്കാൻ മുമ്പ് ഞാനിത് കുടിച്ച് തീർക്കട്ടെ. ഓക്കെ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പോവാൻ. ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പോകണം. പാറു കാശുകൂട്ടനെ ഉറക്കി കിടത്തണം. പാറുമോളെ പിന്നെ അമ്മ ഉറക്കിക്കോളും. ഞാൻ കുടിക്കട്ടെ കേട്ടോ. എന്താ മോളെ ഇവിടെ തപസ്സിരിക്കുന്നത്? സമയം 9:30. ഞങ്ങളിത് ബീഫ് ദോശ മേടിച്ചു. ബീഫ് ദോശ, ഒരു അൽഫാം പോണു. ഗൈസ്, ഞങ്ങളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് ഒരു ബീച്ച് ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ ഒരു പാപ്പനെ കത്തിക്കുന്നതോ അങ്ങനെയൊക്കെ കാണാൻ ഏട്ടൻ കുറെ പോയിട്ടുണ്ടല്ലേ. അങ്ങനെ ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. ആഘോഷങ്ങളൊക്കെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അപ്പോളേ ഞാൻ ഇറങ്ങണ നേരത്തെ കാശുകൂട്ടനെ അവന് മനസ്സിലായി ഞാൻ എവിടേക്കോ പോവാനായിരുന്നു. അമ്മ പോലെ അമ്മ പോലെ അമ്മ പോലെ. എനിക്ക് എന്താ പോലെ പോണോ. അവസാനം എന്നോട് പറഞ്ഞു കാശിക്കൊരു സംഭവം ഉണ്ട്. കാശി എന്തു പറഞ്ഞാലും കാശി വിടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ കാശി വിടും. ആ കാര്യം പറയാൻ പറ്റില്ല. ഞാനിപ്പോ അത് വിഷമായിട്ടാ. പക്ഷെ അവരെ കൊണ്ടുവരാൻ എന്തായാലും പറ്റില്ല. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലായിടത്തേക്കും. പിന്നെ എനിക്ക് പ്ലസ് അമ്മയില്ലാണ്ടായപ്പോ എനിക്കൊരു വിഷമായി. അമ്മയ്ക്ക് ഒന്നാമത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഈ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നടക്കാനായിട്ട് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. പാറുമോളെ കൊണ്ട് പിന്നെ അങ്ങനെ പാറൂസിനെ അറിയാം. പാറൂസിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാശിമോന്റെ ഒരു ചെറിയൊരു വിഷമം. അതില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും മസ്റ്റ് നിങ്ങൾ കാണണല്ലേ. എല്ലായിടത്തേക്കും നമ്മള് വലിച്ചു വരെ കൊണ്ടുപോകും. പക്ഷെ ഈ വയ്യായും മഞ്ഞും ഒരു പ്രശ്നക്കാരാണ്. എനിക്കാണെങ്കിൽ ഇത് എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ. എനിക്ക് കാണുകയും ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മളിത് വീണ്ടും നമ്മൾ രാവിലെ പോയ ബീച്ചിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കേസ് നല്ല തിരക്കായിരിക്കും. കാറാണ് നമ്മുടെ കയ്യിലുള്ളത്. എവിടെ പാർക്ക് ചെയ്യും എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. നമ്മളൊരു ഏകദേശം ഒരു രൂപധാരണ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പൊ സംശയം. നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ടോന്ന് നമുക്ക് അന്വേഷിക്കാലോ. വണ്ടി എത്തണമല്ലോ. അത് ശരിയാണ്. ഐ തിങ്ക് എത്തുമായിരിക്കും. ചാൻസ് ഒക്കെ വളരെ കാണില്ല. കാരണം ഇവിടെ ഇപ്പുറത്തെ ബീച്ച് ആയപ്പോഴത്തേക്ക് ഇവിടെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഹായ് ഗൈസ്, നമ്മളിവിടെ കാർ എങ്ങനെങ്ങാണ്ടൊക്കെ പാർക്ക് ചെയ്ത് ചേട്ടൻ ചെറിയൊരു കുഞ്ഞലമ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ന്യൂ ഇയർ ആയിട്ടൊരു നമ്മൾ ഈ ഒരു പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്. 3 പ്രാവശ്യം 2 പ്രാവശ്യം വന്നിട്ട് 50 രൂപ വെച്ച് കൊടുത്തുള്ളൂ. ഇന്ന് മാത്രം എനിക്ക് 100 രൂപയാണ്. അതാ ഒരു ബിസിനസ്സാണ്. പക്ഷെ അത് അങ്ങനല്ലല്ലോ, ഒരു മര്യാദ ഉള്ള ബിസിനസ് ഉണ്ട്. നമ്മള് പൈസ ഒന്നും വെറുതെ അവരോടൊപ്പം ഉണ്ടാക്കുന്ന പൈസ അല്ലല്ലോ, നമ്മളും അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ അല്ലേ. അപ്പൊ പറയുന്നത് പരിപാടി നടത്തുന്നുണ്ട്. പരിപാടി നടത്താൻ വേണ്ടി ബാക്കിയുള്ള എന്റെ കൊങ്ങക്ക് പിടിച്ചിട്ടല്ല പരിപാടി എടുക്കുന്നത്. അപ്പൊ ഏട്ടൻ നമുക്ക് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. കഴിഞ്ഞ കോർഡിനേറ്റ് ചെയ്യുന്നത് കേട്ടില്ല. അവളൊരു അവിടുത്തെ ജോലിക്കാരിയാണ്. അല്ല, അവളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവളല്ലേ കിട്ടിയുള്ളൂ പറയാൻ. അല്ല, ഞാനതിനെ അലമ്പായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അലമ്പാക്കിയൊന്നും പറയില്ല. ഞാനത് ഉള്ളത് നമ്മുടെ ഒരു രജിസ്ട്രേഷൻ ഒരു 50 രൂപ കൊടുക്കുന്നതിന്റെ കൂടുതൽ കൊടുക്കണതിന്റെ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞോളൂ. പ്രീമിയം പാർക്കിംഗ് ആണ്, അതാണ് പറഞ്ഞു. നമ്മളെന്തായാലും എത്തി. കുഴപ്പമില്ല.
ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഗാനമേള അവസാനിച്ചു കേട്ടോ. അവസാനം ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് എത്താറുണ്ട്. എങ്ങനെയൊക്കെ ഉന്തിത്തള്ളിയിട്ടാണ് ഞങ്ങളിനി ഫ്രണ്ടിലേക്ക് പോണത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ ഗാനമേള സെറ്റിലുള്ള ഒരു ക്യാമറ ചേട്ടന്മാരൊക്കെ നമ്മുടെ കാശിക്കുട്ടൻ്റെയും പാറുമോളുടെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഉച്ചയ്ക്ക് ചെന്ന സമയത്ത് കേട്ടോ. അവരിങ്ങനെ ഫോട്ടോ എടുക്കാൻ, എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു കൂടാരം പോലുള്ള സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. എനിക്ക് അത്രയും ഫ്രണ്ടിലേക്ക് എത്തിയിട്ട് ഈ നെക്സ്റ്റ് DJ പാർട്ടിയാണ്, അതൊന്ന് കാണണമെന്നുണ്ട്. പിന്നെ സഞ്ജുക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ എവിടെയോ ആണ് കേട്ടോ. ഞങ്ങൾ കാറിലും അവർ 2 വീലറിലാണ് വന്നത്. അപ്പോൾ ഏതൊക്കെയോ ഭാഗത്തൊക്കെ ആയിട്ടാണ് അവർ നിൽക്കുന്നത്. ഒരു വീഡിയോ കൂടെ ഉണ്ട്. ഓക്കെ, ഒന്നും കൂടെ 3, 2, 1 ചിക്കൻകാർക്ക് കൂടെ ഞങ്ങൾ നടികരുന്ന് എത്തി ഗൈസ്. ക്രൗഡ് ഉണ്ട് അവിടെ, നല്ലോണം ജനങ്ങളുണ്ട്. DJ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മറ്റേ വാട്ടർ ഡ്രമ്മൊക്കെ യൂസ് ചെയ്തിട്ടുള്ള DJ ആണ്. അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കണം കേട്ടോ. പിന്നെ നല്ലോണം ആൾക്കാരുണ്ട്, ജനങ്ങളുടെ. എത്ര ആൾക്കാരുണ്ട് അവിടെ? 1 lakh അല്ലേ? 1 lakh ഉണ്ടാവില്ലേ? അത്രയൊന്നുമില്ല. അത്ര 10,000 ഉണ്ടാവുള്ളൂ. 3,000 ഒക്കെ 2,000 കൂടുതലുണ്ടോ? 3,000 ഉണ്ടാവും. അപ്പൊ ന്യൂ ഇയർ അടുക്കാൻ വേണ്ടിട്ട് പോവാണ്. 2025ന്റെ എൻഡും 2026ന്റെ സ്റ്റാർട്ടിങ്ങും നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. Are you ready? Okay, let me introduce ourselves. My name is Nandana. This is Sri Lakshmi. Okay, അപ്പൊ നമ്മൾ തകർക്കാൻ പോവാണ്. നല്ല പൊള്ളി ആൾക്കാരാണ്. ഓക്കെ, ആ പൊള്ളി ആൾക്കാര് ഇതുപോലെ നിൽക്കണം, ഇതുപോലെ അടിച്ചു പൊളിക്കണം. പക്ഷേ അപകടങ്ങളൊന്നും വിളിച്ചു വരുത്തരുത്. ആ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ അറിയിക്കുകയാണ്. പിന്നീട് നമ്മൾ ആ ന്യൂ ഇയറിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, റെഡി? ഒന്ന് എല്ലാവരും ചേർന്നൊന്ന് കൂവിയെ കേൾക്കട്ടെ. യെസ്.
താങ്ക് യു സോ മച്ച്. ഡിസംബർ 24 മുതൽ 31 വരെ എന്റെ വിഷമം ദൈവം കേട്ട് 2 മാലാക കുട്ടികൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ആ മാലാക കുട്ടികളാണ് ഈ ഇരിക്കുന്ന ഹായ് പറയ്. ആ കുട്ടികൾ ഹായ് പറയ്. ആ മാലാക കുട്ടികളാണ് ഈ ഇരിക്കുന്ന മാലാക കുട്ടികൾ. ഏട്ടനോട് ശരിക്കും കീത്തുനെ മിസ് ചെയ്തു കേട്ടോ. കീത്തുണ്ടെങ്കിൽ ഞാൻ പൊളിച്ച് തകർത്തേനെ. കീത്തുനെ ശരിക്കും മിസ് ചെയ്തേ. ഗൈസ് പൂരപ്പറമ്പ് മൊത്തം ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ ഈ ക്രൗഡൊന്നും ഇടുന്നത് തോമസ് ഒരു ബാബ. ഞങ്ങളിപ്പോൾ സഞ്ജുവിനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും കാണാത്തത്. ഇപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലേട്ടാ. വണ്ടി എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. നല്ല ബ്ലോക്ക് ആയിരിക്കും. ഒന്നൊന്ന് ശാന്തമായിട്ട് ഇറങ്ങാം, അതായിരിക്കും ഉത്തമം. കുഞ്ഞു ഹാപ്പി ന്യൂ ഇയർ. ആർക്കും വീട്ടിൽ പോകാനുള്ള ഉദ്ദേശിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇവിടെ കുത്തിരിപ്പ് സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇത് അതെ 4-ൽ 1 ഭാഗം മാത്രമാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, അപ്പം കാർ നമുക്ക് സമാധാനപരമായിട്ട് എടുക്കാം. അങ്ങനെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ നമുക്കൊന്ന് മൂവായാലോ? നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളിപ്പോൾ സ്ഥിരം വരാറുള്ള ഷോപ്പിൽ, ഈ ഷോപ്പിലേക്ക് ഞങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. കാരണം അത്ര ജനത്തിരക്കായിരുന്നു. ഏട്ടനെന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഓരോരുത്തർ മിസ്സായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഏട്ടൻ എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, നിനക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ആയിട്ട് എടുത്ത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂ ഇയർ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. അയ്യോ അത്ര അടിപൊളിയായിരുന്നു. ഇവരൊക്കെ കാണുന്ന തരത്തിലുള്ള ക്രൗഡും അവരുടെ ഒരു ചിൽ മൂമെൻ്റ് ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. പോയി കഴിഞ്ഞാൽ സംഘത്തിന് വരാൻ പറയണം. എന്നിട്ട് ഇതടിക്കാം, നാളെ പോയിട്ട് വീട്ടിൽ പോയിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് നമ്മുടെ കാറിലെത്തിയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമയം 1:07 കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാറെടുത്ത് നീങ്ങുകയാണ് ഗൈസ്. അതാ ഗൈസ് നമ്മൾ ആ കാണുന്നതാണ്, പാട്ടെന്ന് കുറച്ച് ആ കാണുന്നതാണ് ഗൈസ് ബ്ലോക്ക്. അയ്യോ ഇപ്പൊ സമയം 1:08. ഞാൻ പറഞ്ഞില്ലേ 1:08 സമയം. നമ്മളൊരു 1:30 ആകുമ്പോഴേക്കും ഈ ബ്ലോക്ക് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗൈസ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ആൻഡ് ഹാപ്പി 9th എൻഗേജ്മെന്റ് ആനിവേഴ്സറി മൈ ഡിയർ ഹസ്ബൻഡ്. ഹാപ്പി ആനിവേഴ്സറി എല്ലാവരോടും. ഹാപ്പി ന്യൂ ഇയർ. അപ്പോ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ ഓരോ കാൽവയ്പും മുന്നോട്ട് പോകുന്ന ജീവിതത്തിലേക്ക് നല്ല ഉയർച്ചയിലേക്ക് എത്തട്ടെ. നല്ലൊരു വർഷവും ചേട്ടൻ നല്ല പറ്റാണ്. നല്ലൊരു ചേട്ടൻ നല്ല കൈവാനെടുത്തിട്ടുണ്ട് കേട്ടാ. ഭാര്യയും മോനും കൂടെ താങ്ങിക്കൊണ്ട് പോണു പാവങ്ങള്. അപ്പൊ അതൊക്കെ ഇവിടെ. അപ്പൊ എല്ലാവർക്കും നല്ല ഉയരത്തിലെത്തട്ടെ, നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമ്മ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ, അതായത് നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ എന്ന് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ 9ാമത്തെ വിവാഹ വാർഷികത്തിന്റെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ മുന്നോട്ട് വെച്ച കാൽവെപ്പിന്റെ 9ാമത്തെ വാർഷികമാണ്. ഞാൻ പറയാൻ വന്ന സാധനം നമ്മുടെ എൻഗേജ്മെന്റ് ജാനുവരി 1 ആയിരുന്നു. അപ്പോൾ ഇന്ന് 9ാമത്തെ വാർഷികമാണ്, എൻഗേജ്മെന്റ് ആനിവേഴ്സറിയും കൂടിയാണെന്ന്. പ്ലസ് എനിക്ക് എൻ്റെ ലൈഫിൽ
ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഇയർ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഞാനേട്ടനും മാത്രമേ ഉള്ളൂ. പിള്ളേർക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് അവിടെ പേരൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും അവർക്ക് വയ്യായി ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും കൊണ്ടുവരും. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ ഒരാളെങ്കിലും പാറുമോള് ഞാൻ എന്തായാലും എടുത്തേനെ. കാശിക്കുട്ടനെ ചിലപ്പോൾ കൊണ്ടുവരില്ലായിരുന്നു, കാരണം ഏട്ടനാണ് അവനെ ഹാൻഡിൽ ചെയ്യുക. അവന് കുറേ നേരം പിടിച്ചിരിക്കുമ്പോൾ ഏട്ടൻ ഭയങ്കരമായിട്ട് ടയർഡാവും. പാറുവാണെങ്കിൽ എൻജോയ് ചെയ്തേനെ, രണ്ടാൾക്കും വയ്യായിരുന്നല്ലോ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞാൻ എൻ്റെ കീത്തുനെ ശരിക്കും മിസ് ചെയ്തു. ഈ അടുത്തൊന്നും എനിക്ക് ഒരു ചില നിമിഷങ്ങളിൽ എനിക്ക് കീത്തുനെ മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും മിസ് ചെയ്ത സമയങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് മിസ് ചെയ്ത അവളെ, എനിക്ക് ശരിക്കും മിസ് ചെയ്ത് കീത്തുനെ. കാരണം കീത്തുണ്ടായിരുന്നെങ്കിൽ അവിടെ തകർത്തേനെ. ഏതോ 2 പിള്ളേർ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടേ കളിച്ചിരുന്നത്, പിന്നിലായിട്ട് ജസ്റ്റ് ഒരു സപ്പോർട്ട് വന്നിരുന്നത് മാത്രം. എന്നെ ഇൻവൈറ്റ് ചെയ്തു, ഞാൻ തകർത്താടി, മറിഞ്ഞു കുഴഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത് 2025 ഒരുപാട് പേർക്ക് കുറേ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം, കുറേ സക്സസ് ഉണ്ടായിട്ടുണ്ടാവാം. ഞങ്ങളെ സംബന്ധിച്ചിട്ട് 2025 എന്ന് പറയുന്നത് നല്ലൊരു വർഷമായിരുന്നല്ലേ ഏട്ടാ. നമുക്ക് നഷ്ടം ഉണ്ടായിരുന്നു, നമുക്ക് പൊണ്ണമ്മായിനെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു 2025. അതൊരു തീരാ ദുഃഖമാണ്, അത് ഇന്നൊരു തീരാ ദുഃഖമാണ്. പിന്നെ അതല്ലാതെ നമുക്ക് എല്ലാം ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാതും ഇറക്കും ഒരു താഴ്ച ദൈവം സഹായിച്ച് നമുക്കത് ഇറക്കങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഒരു കുഴികളൊക്കെ നികത്താൻ വേണ്ടി നമുക്ക് പറ്റി. അപ്പൊ ഈ 2026 ഇനി അടിപൊളിയാവട്ടെ, നിങ്ങൾക്കും അടിപൊളിയാവട്ടെ. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വിഷമങ്ങൾ ഉണ്ടെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകും. സന്തോഷങ്ങളിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിൽ നല്ലൊരു വർഷമായി മാറട്ടെ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും